കേരളത്തിനെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ച് മഹാരാഷ്ട്രയിലെ മന്ത്രി നിതേഷ് റാണെ വിവാദത്തിൽപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് പ്രകാരം നടക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ ജനവിധിയെ മാനിക്കാതെ ഇത്തരത്തിൽ അപക്വമായ പ്രസ്താവന നടത്തിയത് തീർത്തും നിർഭാഗ്യകരം. വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെയും വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്തതിനെ കുറിച്ചായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിൽ ഫിഷറീസ് തുറമുഖ വകുപ്പ് മന്ത്രിയായ നിതേഷ് റാണെ വിവാദ പ്രസ്താവന നടത്തിയത്. കേരളം മിനി പാകിസ്ഥാൻ ആണെന്നും കേരളത്തിലെ വിഘടനവാദികൾ എല്ലാവരും കൂടി രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും തിരഞ്ഞെടുത്തെന്നായിരുന്നു റാണയുടെ പരാമർശം. ഒരു വലിയ പ്രകൃതി ദുരന്തത്തിൽ നിന്നും കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വയനാട്ടിലെ വോട്ടർമാരെയും കേരളത്തിലെ ജനങ്ങളെ ആകെ അവഹേളിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത ഈ സംഭവം ജനാധിപത്യത്തിലെ എല്ലാ മര്യാദകളും ലംഘിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രമുഖ നേതാക്കളും സംഭവത്തെ അപലപിച്ചു. സംഘപരിവാറിന്റെ നിലപാടാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. മന്ത്രിസ്ഥാനത്ത് തുടരാൻ നിതേഷ് റാണയ്ക്ക് അർഹതയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം ആവശ്യപ്പെട്ടു. CPI MP ടി സന്തോഷ് കുമാർ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന് കത്തെഴുതി സംഭവത്തിലെ പ്രതിഷേധം രേഖപ്പെടുത്തുകയും വീഴ്ച വരുത്തിയ മന്ത്രിക്കെതിരെ നടപടിയെടുക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ സംഭവം വളരെയധികം വേദനിപ്പിച്ചെന്നും രാജ്യത്തിന്റെ ഐക്യത്തെയും അഖണ്ഡതയെയും ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം ദുർബലപ്പെടുത്തുന്ന ഇത്തരം പരാമർശങ്ങളെ അപലപിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായപ്പോൾ പ്രസ്താവനയിൽ തിരുത്തുമായി മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണെ രംഗത്തെത്തി. കേരളം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും കേരളത്തിലെ സാഹചര്യം പാകിസ്ഥാനിലെ പോലെയാണെന്നുമാണ് താൻ പറഞ്ഞതെന്നും റാണെ പറഞ്ഞു. താൻ പറഞ്ഞത് കേരളത്തിലെ ചില വിഘടനവാദികളാണ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരെ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുത്തതെന്നും കേരളത്തിലെ ജനങ്ങളെ തീവ്രവാദികൾ എന്ന് പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ തന്റെ പ്രസ്താവന വിവാദമായപ്പോഴും കേരളത്തിലെ ജനങ്ങളോട് നിസ്സംശയം ക്ഷമാപണം നടത്താതെ ഇത്തരത്തിൽ ധാർഷ്ട്യത്തോടെയുള്ള മറുപടി കേരള ജനതയ്ക്കുണ്ടായ മുറിവിൽ മുളക് പുരട്ടുന്നത് പോലെയായി നിതേഷ് റാണയുടെ മറുപടി. ഇന്ത്യയിൽ സംഭവിച്ച വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടൽ. ഉറ്റവരും ഉടയവരുമായവരുടെ അനവധി ജീവനുകളും വസ്തുവകകളും നഷ്ടമായ വയനാട്ടിലെ വോട്ടർമാർ ജനാധിപത്യ പ്രക്രിയയായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ ശക്തമായ ജനവിധിയെ പരിഹസിക്കുകയാണ് മഹാരാഷ്ട്ര മന്ത്രി നിതേഷ് റാണെ ചെയ്തത്. അതേസമയം കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രം മനസ്സിലാക്കാതെയുള്ള അപക്വമായ പ്രതികരണമായി ഇതിനെ വിലയിരുത്തിയിരിക്കുകയാണ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിലുള്ള പ്രമുഖർ. സംഭവത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള BJPയുടെ മുതിർന്ന നേതാക്കൾ മൗനം പാലിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നു. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും തന്റെ മന്ത്രിസഭയിലെ അംഗത്തിന്റെ നിരുത്തരവാദപരമായ പരാമർശത്തെ വിമർശിക്കുകയോ സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതും ജനപ്രിയരല്ലാത്ത സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുന്നതും ജനാധിപത്യ പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമാണ്. അത് മനസ്സിലാക്കാതെ തികച്ചും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി എതിരാളികളെ ആക്രമിക്കാനായി ജനവികാരം വ്രണപ്പെടുത്തുന്ന ഇത്തരം പ്രവൃത്തികൾ തികച്ചും നിർഭാഗ്യകരമാണ്. ജനാധിപത്യത്തിന്റെ അന്തസ്സും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുള്ള പൗരന്മാരുടെ വിശ്വാസത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് പാർലമെന്റിലെയും സംസ്ഥാനങ്ങളുടെ നിയമസഭകളിലെയും സാമാജികരുടെ ഉത്തരവാദിത്തമാണ്.